ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മളുടെ ഒരു ഈവനിങ് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് എന്ന് പറയുമ്പോൾ കല്യാണി വരുമ്പോൾ തൊട്ട്, അല്ലാതെ കല്യാണി ഇല്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭയങ്കര ശോകമാണ് കേട്ടോ. ഞാനും കണ്ണനും അധികം എനക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കല്യാണി വന്നതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കല്യാണി വരുന്നതിൽ മുൻപ് ഞാനും കണ്ണനും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ നടന്ന് അത് കറക്റ്റ് 4 മണിക്കുള്ള വണ്ടി വരും. അപ്പോൾ കണ്ണനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയിൽ കുറേ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവരെയൊക്കെ നോക്കി കണ്ണനൊരു ചിരിയൊക്കെ കൊടുത്ത് അവരും അത് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കല്യാണിക്കുട്ടിയുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അകലിങ്ങനെ ഹോണടി കേൾക്കാം. അപ്പോൾ ഞാനും കണ്ണനും കൂടെ റോട്ടിൽ വന്നേക്കും. ചില ദിവസം ഞാൻ കണ്ണനെ കൊണ്ടുപോകുള്ളൂ കേട്ടോ. മിക്ക ദിവസവും കൊണ്ടുപോകാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആ വണ്ടി വന്ന് നിൽക്കുമ്പോൾ നല്ല പൊടി വരും. അപ്പോൾ അവിടെ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ പൊടി ഇങ്ങനെ പറക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണനെ പരമാവധി കൊണ്ടുപോകാറില്ല. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ കണ്ണൻകുട്ടിക്കാണെങ്കിൽ ആ ഒരു സമയത്ത് കല്യാണി വരുന്നതിന് 10 മിനിറ്റ് മുന്നേ ആൾ കുറച്ച് പാമ്പറിലൊക്കെ അപ്പിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ തന്നെ ഞാൻ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്തോ ഭയങ്കര ഒരു മേലൊരു ചൂട് പോലെയൊക്കെ ഉണ്ടായിരുന്നു അവന്. അപ്പോൾ അത് ചില സമയങ്ങളിൽ ഈ വേനൽക്കാലത്തൊക്കെ ബോഡി അവനത്തിരി ചൂട് പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ച് തുടയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പനിയല്ല, അങ്ങനെ ഉണ്ടാവാറില്ല. പനിയായിട്ടല്ല, ബോഡി ഇങ്ങനെ ഒരു ചൂടുണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കല്യാണി വന്നു കഴിഞ്ഞാൽ കല്യാണിനെയും കൂടെ വേഗം കുളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അവൻ്റെ കല്യാണിനെയും കൂടെ കുളിപ്പിച്ചിട്ട് ചായ കൊടുക്കാനായിട്ട് ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ കല്യാണി അതേട്ടാ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക. കണ്ണൻ ചേട്ടനെ കണ്ട് ആ ഒരു കല്യാണിക്കുട്ടി. അപ്പോൾ കല്യാണിക്കുട്ടി അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ കണ്ണൻകുട്ടനെ പായയിലാണ് കിടത്താട്ടോ താഴെ. അപ്പോൾ ചിലപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ സോഫയിലൊക്കെ കിടത്തും, അല്ലെങ്കിൽ പായയിൽ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് അങ്ങനെയാണ് കിടത്തുക. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ണനവിടെ കൊണ്ട് കിടത്തിയതിന് ശേഷം കല്യാണിയുടെ ബാഗൊക്കെ എടുത്ത് ചോറും പാത്രവും ബോട്ടിലും ഒക്കെ ഉണ്ടാവും, അവളുടെ ഇങ്ങനെ വാട്ടർ ബോട്ടിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെക്കാമെന്ന് കരുതി അതൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് പിന്നെ കല്യാണിനെ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടിരുന്നത്. പനീര് ചൂടല്ല, ഒരു ചൂട് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ അവനെ അപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനെ വേഗം കുളിപ്പിച്ചു. ഈ നേരത്തൊന്നും കുളിപ്പിക്കാറില്ല, 4 മണിയല്ലേ, 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാറ്. അപ്പൊ ഞാൻ കണ്ണനെ വേഗം കുളിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് മോക്കൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചൂടൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പതേ കല്യാണി കുട്ടി വന്നു. ഞങ്ങൾ ചായ കുടിക്കാം. കണ്ണനെ പോച്ച് കുറുക്കി വെച്ചിട്ടുണ്ട്. കറണ്ട് പോയി. അപ്പൊ കറണ്ട് പോയപ്പോ പിന്നെ ഓട്സ് അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ആരാറൂട്ടിന്റെ ബിസ്ക്കറ്റ് എടുത്ത് അത് കൊടുക്കാന്ന് വിചാരിച്ചു. ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞോടൊരു ഭയങ്കര ഇഷ്ടാണേ. അവൻ ആരാറൂട്ടിന്റെ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്നേക്കാണ് അവന് കൊടുക്കാനായിട്ട്. ബിസ്ക്കറ്റ് വേണോ? കാപ്പത്തേട്ടുകാരനാണ്. എവിടെ? അവിടെയാ? അവിടെയല്ല, ഇവിടെ. അവിടെ എന്താണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നേ. നോക്കി പഠിപ്പിക്കുന്ന ഇടുവാ. ആ ദോശ അവിടെ കൊണ്ടേക്കാൻ പോയതാ. കല്യാണി കാലത്തെ ദോശ തിന്നോണ്ടിരിക്കുകയായിരുന്നു. വന്ന വർഷം അടുക്കളയ്ക്ക് മിഠായി ചോദിച്ചത്. അപ്പൊ മിഠായി എടുക്കണ്ട, ദോശ എടുത്തു പറഞ്ഞപ്പോ ദോശ തന്നെ ഉണ്ടായിരുന്നു. ഞാനോട് ചോദിക്കട്ടെ, റെഡ് 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 പഠിപ്പിച്ചെടുക്ക. റെഡ് പഠിച്ചോട്ടെ, നിനക്ക് പറഞ്ഞില്ല. റെഡ് ആപ്പിള്, ആപ്പിള്, എപ്പിപ്പിഎല്ലി ആപ്പിള്. ഗ്രീൻ ലീഫ്, ഗ്രീൻ കളറുള്ള ഇല. ഓറഞ്ച്. ചട്ടമ്പി മോനമ്മ വേറെ പാട്ട് പഠിപ്പിച്ചേട്ടാ. ഇത് പറ്റാ. കല്ലിനടുക്കിലെ ഞണ്ട് കല്യാണത്തിന് പോണ്ട്, തലി മലി വേണ്ട്, നാളോളപ്പം. എന്തെടുത്ത് പോവും അങ്ങനെയൊക്കെയല്ലേ. ഇത് ഞങ്ങൾ ഷോർട്ടായിട്ട് പാടിയതാ. ഞങ്ങൾ അങ്ങനത്തെ ഷോർട്ട് പാടും. നമ്മൾ ജോണി 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 ഈറ്റിംഗ് ഷുഗർ
ചായ കുടിക്കലും അടുക്കളയിലത്തെ കുറച്ച് ചോറ് തിളപ്പിക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണൻ്റെ സ്ട്രോളറൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടു കേട്ടോ. കുറച്ച് നേരം കണ്ണമ്മോനെ മുറ്റത്തൊക്കെ വന്ന് നടത്തിക്കാന്ന് കരുതിയിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റോഡും വണ്ടികളും മുറ്റത്തേക്കൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കണ്ണനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ നടത്താമെന്ന് കരുതിയിട്ട് സ്ട്രോളർ എടുത്ത് കൊണ്ടുവന്ന് ആദ്യം അത് കൊണ്ടുവന്ന് വെച്ചു. അതിന് ശേഷം പിന്നെ കണ്ണൻകുട്ടീനെയും കൊണ്ടുവന്ന് വെച്ച് എനിക്ക് കല്യാണിക്കുട്ടീനെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പേടി. അവൾ എല്ലാവിടേക്കും ഓടും, ഇങ്ങനെ വണ്ടിയിൽ കളിക്കാനായിട്ട് നിൽക്കും. അപ്പോൾ രണ്ടാളുടെയും കുളി കഴിഞ്ഞതാണ്. എന്നിട്ടും കല്യാണി നല്ല രീതിയിൽ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൾ വെറുതെ മണ്ണിലൊക്കെ വാരി കയ്യിലൊക്കെ നിറച്ച് മണ്ണാക്കി, കാലിലൊക്കെ നിറച്ച് മണ്ണാക്കി, അങ്ങനെയൊക്കെയുള്ള കുറുമ്പുകൾ അവളിങ്ങനെ കാണിക്കും. ചെയ്യില്ലേ കല്യാണി എന്ന് പറഞ്ഞാലും അവളുടെ പ്രായം അതല്ലേ, അവളിങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് കാണാൻ അധികം അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്ത പോലെ തോന്നും. കാരണം കല്യാണി വേറെ രീതിയിൽ ഇങ്ങനെ കുറുമ്പുകളെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എനിക്ക് രണ്ടാളും കൂടെ ചില സമയങ്ങളിൽ അകത്തല്ലാതെ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അവർ രണ്ടുപേരും അങ്ങനെ വല്ലാണ്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വലിയ റിസ്ക്കുകളൊന്നും എടുക്കാറില്ല. എന്നാലും ഇപ്പം എനിക്ക് കണ്ണന് പിന്നെ കല്യാണി സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും എനിക്ക് അങ്ങനെ അവളെ ആ കണ്ണനെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ലല്ലോ. കാരണം ആ സമയത്തൊക്കെ ഇവിടെയൊക്കെ നല്ല വെയിലായിരിക്കും, റോട്ടിലാണെങ്കിലും നല്ല വെയിലായിരിക്കും. അപ്പോൾ എനിക്കതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈവനിങ്ങിൽ ആകുമ്പോൾ പിന്നെ കല്യാണിക്കുട്ടി ഉണ്ടാവും, അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ കല്യാണി മോളുണ്ട്, അല്ലെങ്കിൽ രണ്ടാളെയും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള എൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് അവരുടെ രണ്ടാളുടെയും ആ ഒരു സന്തോഷം ഇല്ലാണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇടയ്ക്കൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഇറക്കാറുണ്ട് പുറത്തേക്കൊക്കെ. പക്ഷേ എനിക്ക് എപ്പോഴൊന്നും വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇറക്കും. ചിലപ്പോൾ സ്ട്രോളറൊന്നും എടുത്തില്ലെങ്കിലും വെറുതെ ഇങ്ങനെ മുറ്റത്ത് കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ആ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് ജസ്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ വീഡിയോ എടുക്കലൊക്കെ നടക്കാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ ഞാൻ വീടിൻ്റെ ഡോറിൻ്റെ അവിടെയാണ് ട്രൈപ്പോഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ റോഡിൻ്റെ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ മുറ്റത്തൊക്കെ കൊണ്ട് ട്രൈപ്പോഡ് എടുത്ത് വെക്കേണ്ടി വരും. വീഡിയോ ഷൂട്ട് ചെയ്ത് തരാൻ ആരുമില്ല. അപ്പോൾ പിന്നെ നാട്ടുകാരൊക്കെ നോക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. എനിക്കാരും വീഡിയോ എടുത്തു തരാനില്ലാത്തത് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ കല്യാണിക്കുട്ടി കുറച്ചധികം കുറുമ്പുണ്ടാക്കി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേഗം കയറാം, രണ്ടാൾക്കും കയറാം, കുളിയൊക്കെ കഴിഞ്ഞതല്ലേ, വെറുതെ ഇങ്ങനെ നടന്ന് മണ്ണിലൊക്കെ അവളാണ് കേട്ടോ ഇങ്ങനെ മണ്ണിലൊക്കെ മണ്ണ് വാരലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നപ്പോൾ ഞാൻ പറഞ്ഞു വായു നമുക്ക് കയറാം എന്ന് പറഞ്ഞിട്ട് കണ്ണനെയും കല്യാണിനെയും ആദ്യം കയറ്റിയിട്ട് പിന്നെ സ്ട്രോളറും കൂടി എടുത്ത് അത് പൊടിയൊക്കെ തട്ടി കയറ്റണമല്ലോ. അപ്പോൾ ആദ്യം എടുത്തിട്ട് അത് ഇറയത്തേക്ക് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അതിൻ്റെ ടയറൊക്കെ പൊടിയൊക്കെ തട്ടി അങ്ങനെ പിന്നെ അതും കയറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് അവിടെ പുറത്തൊക്കെ നടന്നപ്പോ കല്യാണിക്കുട്ടി ഭയങ്കര കുറുമ്പ് കാണിച്ചില്ലേ കല്ലോ? മണ്ണിലൊക്കെ കളിച്ചില്ലേ? സ്കൂളിൽ നിന്ന് വന്നപ്പോഴേക്കും കുളിപ്പിച്ചതാ. അപ്പോഴേക്കും ദേ മണ്ണിലൊക്കെ കളിക്കാൻ നിന്നപ്പോ കണ്ണൻ രണ്ടാളിന്റെ അകത്തേക്ക് കയറ്റി ചാട്ടിന് നേരത്തെ വന്നു കേട്ടോ. അപ്പൊ കണ്ണന്റെ അച്ഛന്റെ കയ്യിലിരുന്ന് സിനിമ കാണാ ദേവാസുരം. കല്യാണിക്കുട്ടിക്ക് ഇപ്പൊ തന്നെ ഒരു പണി കിട്ടിയില്ലേ? നോക്കട്ടെ ചുണ്ട് നോക്കട്ടെ. കല്യാണി ഓടുകയാണ് കേട്ടോ. കല്യാണി കാണിക്കുന്നില്ല. കല്യാണിയുടെ ചുണ്ട് ചമരുമ്പോ പോയി ഇടിച്ചു അല്ലേ കല്ല? ഏത് ചമരം ഇടിച്ചേ? ചമരിനെ മടി കൊടുക്കാം. ഏത് ചമരാ? ആ ചമര് നോക്കട്ടെ. ചുണ്ടിന്റെ ഭാഗം കണ്ട വീർത്തിരിക്കുന്നേണ്ടാ? ചുണ്ട് പോയി ഇടിച്ചു. അച്ഛൻ വന്നപ്പോ അച്ഛനെ കാണാണ്ട് ഒളിച്ച് കളിക്കാൻ നിന്നതാ. അച്ഛൻ വരുന്നെന്ന് കണ്ട വശം ഒളിക്കട്ടെ എന്നും പറഞ്ഞു ഓടിയതാ അല്ലേ കല്ല? ആ കണ്ണൻകുട്ടി ഇപ്പൊ ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ കണ്ണനുള്ള ഭക്ഷണം കൊടുക്കാൻ പോവാട്ടെ ഞാൻ. കണ്ണാ പാപ്പ കഴിക്കാ? അച്ഛൻ ഭയങ്കര സിനിമ കാണല്ല അല്ലേ കണ്ണാ? വായോ അമ്മ എടുക്കാം വേണ്ടാന്ന് അവനൊന്നും വേണ്ടല്ലോ. പിന്നെ കാണാൻ ഒരു ചൂട് പോലെ തോന്നുന്നുണ്ട് ചേട്ടന് തൊട്ടപ്പോ. എനിക്കുണ്ട് അങ്ങനത്തെ ഒരു ബോഡി, പക്ഷെ പനിയല്ല അല്ലേ? ഒരു ചൂട് പോലെ കുറെ നേരമായി തോന്നുന്നു. ഞാൻ തെർമോമീറ്ററിൽ നോക്കട്ടെ, എന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കട്ടെ. ചൂട് തോന്നുന്നുണ്ട്? ചേട്ടനും തോന്നിയില്ലേ ചൂട്? നമുക്ക് പുറത്ത് പോയിരുന്ന് കഴിക്കാം. മുറ്റത്ത് പോയിരുന്ന കഴിക്കോ? കണ്ണനപ്പൊ ഭയങ്കര വാശിയില്ല. ഞാനപ്പോ മുറ്റത്ത് പോയിരുന്ന് കൊടുത്തോക്കട്ടെ.
കണ്ണൻകുട്ടിക്ക് ഞാൻ പനി നോക്കിയപ്പോ നല്ലോണം പനിക്കുന്നുണ്ട്, നല്ല ചൂട് തോന്നുന്നുണ്ട്. അപ്പൊ തെർമോമീറ്ററിൽ നോക്കിയപ്പോ 100 ഉണ്ടല്ലേ എന്നാ. കുറുക്കും കഴിക്കാൻ സമ്മതിച്ചില്ലേ കണ്ണൻ അല്ലേ? കല്യാണിക്ക് പനിയൊന്നുമില്ല. കല്യാണി ജലദോഷത്തിന്റെ മരുന്ന്. ചൂടാ? പനിയില്ല എന്റെ മോനെ. ചുണ്ട് നോക്കിയ വീർത്തിരിക്കണേ. ചുണ്ട് നല്ല പോലെ വീർത്തു കല്യാണിയുടെ. കണ്ണൻകുട്ടിക്ക് അപ്പൊ തെർമോമീറ്ററില് പനിയൊക്കെ നോക്കിയിട്ട് കണ്ണൻകുട്ടിക്ക് മരുന്ന് കൊടുത്തു. മൂക്കടയുന്നുണ്ട് അല്ലേ? അന്നപ്പോ മെഫ്റ്റാളാണ് ഇട്ടോ കൊടുത്തത്. നല്ല പനി ഉണ്ടെങ്കിൽ മെഫ്റ്റാളാ കൊടുക്കാറ്. ഇപ്പൊ അത്യാവശ്യം നല്ല പനിയുണ്ട്, 100-ലും കൂടുതലുണ്ട്. അമ്മ വിളക്ക് വെക്കട്ടെ ഏട്ടാ, പോയിട്ട് വിളക്ക് വെച്ചിട്ട് വരാട്ടാ. മാമി വെച്ചിട്ട് വരാട്ടാ. അവിടെയാണെന്ന് മാമി ഇരിക്കുന്നത്, അവിടെയാണെന്ന്. അവിടെ മാമി വെച്ചിട്ട് വരാ. മാമി വെക്കട്ടെ. മാമി വെക്കാൻ നമ്മ അപ്പുറത്തെ വീട്ടിക്ക് പോണില്ല, നമ്മുടെ വീട്ടിലെന്നെയാ. പോട്ടെന്നല്ലേ പറഞ്ഞേ ചേട്ടാ? മാമി വെക്കാൻ പോട്ടേന്ന് പറഞ്ഞേന്ന്. പോണില്ല, മാമി ഇവിടെ ഇരുന്ന് തൊഴുന്നുള്ളു. അമ്മേ നാരായണ, ദേവി നാരായണ. പോണില്ല, മാമി വെക്കില്ല. മാമി വെക്കാൻ പോട്ടേന്ന് പറഞ്ഞേന്. അല്ല, പോയി വിളക്ക് വെക്കടി. അമ്മ ഓടി ഇരിക്കട്ടെ. പോയി വിളക്ക് വെക്ക്. ഇഷ്ടായിട്ടാ അവള് ഓടുന്നു പറഞ്ഞതാ. അവൾക്ക് അറിയില്ല കണ്ണ. അമ്മ മാമിയോട് പറയട്ടെ കണ്ണൻകുട്ടിക്ക് കുഞ്ഞിപ്പനി വന്നിട്ടുണ്ട്, നാളെ നേരം വെളുക്കുമ്പോഴേക്ക് പനിയൊക്കെ പോട്ടെന്ന്. അമ്മ പോയിട്ട് മാമി വെച്ചിട്ട് വരാം. മാമി വെച്ചിട്ട് വരാട്ടാ. അവൾക്കറിയില്ല കണ്ണ. വിളക്കൊക്കെ തൊട്ടിടേ പെണ്ണ് പോയിട്ട്. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയി വിളക്ക് വെക്കട്ടെ. വേണ്ടാന്ന് എന്നോട് എടുത്തിരുന്നാ മതി, ഇന്ന് വിളക്ക് വെക്കണ്ടാന്ന്. അച്ഛന്റെ കയ്യില് കൊടുക്കാം കുട്ടീനെ. അച്ഛന്റെ കയ്യില് കൊടുക്കാം. കണ്ണമ്മോനെ അപ്പോൾ വിളക്ക് വെക്കാനായിട്ട് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് എണീക്കാൻ പോലും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ എന്തെങ്കിലും വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുത്ത് നീങ്ങാൻ പാടില്ല. വേറെ ആരെങ്കിലും എടുക്കുന്നതും അവൾക്കൊരു സുഖക്കുറവ് പോലെയാണ്. ബോഡിയൊക്കെ ഭയങ്കര പെയിനൊക്കെ തോന്നും. ഇങ്ങനെ വെറുതെ എടുത്ത് തോളത്തേക്കൊക്കെ ഇടുമ്പോഴേ അവന് ബോഡിയൊക്കെ ഭയങ്കര പെയിനായിരിക്കും. അപ്പം ഞാൻ എടുക്കുമ്പോൾ അതൊരു നേക്കിൽ എടുക്കാറുണ്ട് ഒക്കെ ആകുമ്പോഴേ അവനതൊരു ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങോട്ട് നീങ്ങുന്നത് പോലും അവന് ഇഷ്ടമല്ല. എന്നാലും ഞാൻ പോയി വിളക്കൊക്കെ വെച്ചു കേട്ടോ വേഗം. പിന്നെ വിളക്കൊക്കെ വെച്ച് പിന്നെ സാധാരണ ദിവസം പോലെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ കണ്ണന് നല്ല രീതിയിൽ പനിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ടും പനി മാറണില്ല. നല്ല പൊള്ളല്. അതേപോലെ അത്രയും നമുക്ക് എന്താ പറയുക 102-ലേക്കൊക്കെ കടന്നു. 102-ൽ നിന്നും കിടക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മരുന്ന് കൊടുത്തിട്ടും തുടച്ച് നനച്ചിട്ടും ഒന്നും പനി മാറണില്ല. അപ്പോൾ തന്നെ ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് നൈറ്റിൽ കൊണ്ടുപോയപ്പോൾ പിന്നെ മരുന്ന് കൊടുത്തിട്ട് അധികം സമയമായിട്ടുണ്ടായിരുന്നില്ല. മെഫ്റ്റാളായിരുന്നു കൊടുത്തത്. അപ്പോൾ മെഫ്റ്റാൾ കൊടുത്ത് ഒരു 5 മണിക്കൂറെങ്കിലും ഗ്യാപ്പിൽ അത് കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവർ ചെറിയ രീതിയിൽ പാരസെറ്റാമോൾ കൊടുത്തു. പിന്നെ മേൽ നനച്ച് തുടയ്ക്കാനായിട്ടുള്ളതൊക്കെ ചെയ്തു. നല്ല രീതിയിൽ അവിടെ വെച്ചിട്ടും നനച്ച് തുടയ്ക്കാനൊക്കെ നിന്ന് അങ്ങനെയൊക്കെ ആയി. കുറേ നേരം നനച്ച് തുടച്ചപ്പോൾ പനി അടഞ്ഞടഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. അവൾക്കും ചെറിയൊരു തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പനിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളും പാവം ഉറക്കത്തിൽ നിന്നൊക്കെ എണീപ്പിച്ച് അവളെയും കൊണ്ടുവന്ന് അവളും നല്ല വാശിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് അങ്ങനെ പിന്നെ എല്ലാവരും കിടന്നുറങ്ങി. 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ പ്രതീക്ഷിച്ചിരിക്കാതെ വന്നൊരു പനിയാണ്. ഉച്ചവരെ നിങ്ങളിപ്പോൾ കണ്ടതാണല്ലോ വീഡിയോയിലൊക്കെ. നമ്മൾ നല്ല സന്തോഷത്തിൽ കളിച്ച് ചിരിച്ച് നടന്നതായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു പനി കാണാൻ വന്നു. ഭയങ്കര വിഷമം തോന്നിയിട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ണൻ ഇതേപോലെ ഒരു വയ്യാണ്ടൊക്കെ വന്നപ്പോഴേ. അപ്പോൾ അന്ന് രാത്രിയാണെങ്കിൽ കണ്ണനേക്കാൾ എനിക്ക് വിഷമം തോന്നിയത് കല്യാണിയുടെ കാര്യം ആലോചിച്ചിട്ടായിരുന്നു. അവൾക്കും തീരെ വയ്യായിരുന്നു. പിന്നെ അവളിങ്ങനെ കുറുമ്പ് കാണിച്ചിട്ട് അവളുടെ ചുണ്ടൊന്ന് പോയിട്ട് ചെമ്മരിലിടിച്ചിട്ട് നല്ലോണം പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ വയ്യാണ്ട് കിടന്നുറങ്ങിയതായിരുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് വീട്ടിൽ ആരും ഇല്ലാത്തത് കാരണം അവളെയും വിളിച്ചുണർത്തി തന്നെ വേണമല്ലോ ആശുപത്രിയിലേക്കൊക്കെ വരാനായിട്ട്. അങ്ങനെ 2 പേരെയും കൊണ്ട് നട്ടപ്പാതിരാക്കി വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഭാഗ്യത്തിന് വേഗം പനിയൊക്കെ മാറി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോയി കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയേ.